നമസ്കാരം. എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ ഫ്രാൻസിസ് മാത്യു. തിരുവചനത്തെ ആസ്പദമാക്കി ഇന്നെനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് വിശുദ്ധ കുർബാനയിലെ അപ്പവും വീഞ്ഞും അതിൻ്റെ പ്രാധാന്യവും എന്ന വിഷയത്തെക്കുറിച്ചാണ്. വിശുദ്ധ കുർബാനയിലെ അപ്പവും വീഞ്ഞും അതിൻ്റെ പ്രാധാന്യവും. യേശു ശിഷ്യന്മാരുമൊത്ത് പെസഹ ഭക്ഷിക്കേണ്ടതിനായി പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഒന്നാം ദിവസം അലങ്കരിക്കപ്പെട്ട ഒരു മാളിക മുറിയിൽ ഒന്നിച്ചു കൂടി. യേശു ശിഷ്യന്മാരോടൊത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് എൻ്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കും. അനന്തരം യേശു പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് എൻ്റെ രക്തമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യും. ഇത്രയും പറഞ്ഞതിന് ശേഷമാണ് പാപമോചനത്തിനുള്ള വരികൾ യേശു പറയുന്നത്. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും പുതിയ ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ്, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യും. അപ്പോൾ നമുക്ക് പാപമോചനത്തിനായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ 28-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് തിരുരക്തമായ കാസ കുടിക്കുമ്പോഴാണ്. അതിനാലാണ് പറയുന്നത്, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും പുതിയ ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ്. അത് കാസ കുടിക്കുമ്പോഴാണ് നാം പാപത്തിൽ നിന്ന് മോചിതനാകുന്നത്. അതിനാൽ നാം യോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ അപ്പം ഭക്ഷിക്കുകയും അതിനോടൊപ്പം രക്തമാകുന്ന കാസ കുടിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നാം നമ്മുടെ പാപത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നുള്ളൂ എന്ന യാഥാർത്ഥ്യം ആരും മറന്നു പോകാതിരിക്കട്ടെ. അങ്ങനെ എല്ലാവരും ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിച്ച് തീരുമാനമെടുക്കുന്ന സമയത്ത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായത്തിലെ 28-ാമത്തെ ഈ തിരുവചനം, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു എന്ന തിരുവചനം നിങ്ങളെ സഹായിക്കുവാനായി നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു.